CITU സംഘടന ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തു. രണ്ടാം തീയതി പുതിയ പരിഷ്കാരങ്ങൾ ഗ്രൗണ്ടിൽ നടപ്പിലാക്കി തുടങ്ങിയപ്പോൾ ആദ്യമായി അതിന്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരം ആരംഭിച്ചത് CITU സംഘടനയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ വിളിച്ച ചർച്ചയിൽ ഫെബ്രുവരി 21 സർക്കുലറിൽ ഭാഗികമായ ഇളവുകൾ വരുത്തിയതുകൊണ്ടാണ് 4-ാം തീയതി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി കൂടിക്കൊണ്ട് പ്രത്യക്ഷത്തിലുള്ള ടെസ്റ്റ് ബഹിഷ്കരണ സമരങ്ങളെല്ലാം CITU താൽക്കാലികമായി മാറ്റിവെച്ചത്. വീണ്ടും ഇന്ന് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു. സർക്കുലർ പിൻവലിച്ചിട്ടില്ല, പക്ഷേ ആ സർക്കുലറിലെ പ്രധാന നിർദ്ദേശങ്ങളിൽ കുറച്ച് ഇളവ് വരുത്തി. ഒന്ന്, നമ്മുടെ ടെസ്റ്റിന്റെ എണ്ണം 40 80 തന്നു. അപ്പോഴും പഴയപടി എത്തിയിട്ടില്ല. കാരണം മുമ്പ് ഒരു ME-ക്ക് 60 എണ്ണമായിരുന്നു. ഒരു 4 ME-മാരുള്ള ഒരു ഓഫീസിൽ 160 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഓഫീസിന് പരമാവധി 80 നിജപ്പെടുത്തി. പിന്നെ വാഹനങ്ങളുടെ 15 വർഷം എന്നുള്ള 22 വർഷമാണ് CITU ആവശ്യപ്പെട്ടത്. അത് 18 3 വർഷം വർദ്ധിപ്പിച്ചു തന്നു. ഇതൊക്കെ അനുഭാവപൂർവ്വം നമ്മൾ പരിഗണിക്കുന്ന വിഷയങ്ങളാണ്. നമ്മുടെ യൂണിയന്റെ ബാക്കി കാര്യങ്ങൾ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി കൂടിയാണ് തീരുമാനിക്കുന്നത്. ഇന്ന് ഗതാഗത മന്ത്രി ചർച്ചയിൽ 2 നിർദ്ദേശങ്ങൾ വച്ചു. ഇതിൽ ആ സർക്കുലറിലില്ലാത്ത ഒന്ന്, നമ്മൾ നിരവധി സമരം ചെയ്ത ഇൻസ്ട്രക്ടർ ഫുൾ ടൈം ഇൻസ്ട്രക്ടർ എന്ന ആള് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്നുള്ള കാര്യം, അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. CITU സംഘടന ഇൻസ്ട്രക്ടർ തന്നെ നിന്നുകൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് പിള്ളേരെ കൊണ്ടുപോയി പഠിപ്പിക്കണം. നിങ്ങൾക്കറിയാം, ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആശാന്മാരുണ്ട്, അവരാണ് ടെസ്റ്റിന് പിള്ളേരെ കൊണ്ടുപോയി പറഞ്ഞത്. അതല്ല, ആ ഇൻസ്ട്രക്ടർ തന്നെ വരണമെന്നാണ് ഇന്ന് മന്ത്രി പറഞ്ഞ നിർദ്ദേശം. അത് നടക്കില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മോട്ടോർ വാഹന വകുപ്പ് ഏർപ്പെടുത്തുന്ന വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്നുള്ള മന്ത്രിയുടെ നിർദ്ദേശവും CITU-ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പഠിക്കുന്ന വണ്ടിയിൽ ടെസ്റ്റിന് കയറിയാലേ പിള്ളേർക്ക് പഠിക്കാൻ എളുപ്പമുള്ളൂ, ടെസ്റ്റിന് പാസ്സാവാൻ എളുപ്പമുള്ളൂ. അപ്പോൾ ഇങ്ങനെ 1-2 നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ സർക്കുലറായി വന്നു കഴിയുമ്പോൾ അതിന്റെ തീരുമാനങ്ങൾ പറയാം. ഇപ്പോൾ എന്തായാലും മന്ത്രി പറഞ്ഞ 2 ഇളവുകൾ അതെന്താണെന്നുള്ള യൂണിയന്റെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിക്കൊണ്ട് അതിന്റെ ഒരു മറുപടി പറയുന്നതാണ്. പക്ഷെ ആശാവഹമായ ഒരു തീരുമാനം വന്നോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ ലാസ്റ്റിൽ പറഞ്ഞ 2 നിബന്ധനകൾ കൂടെ വന്നിരിക്കുകയാണ് പുതുതായി. അതാണ് ഈ വിഷയത്തിൽ നമ്മൾ പിന്നെ സമരം താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുകയാണ്. CITU നേതൃത്വമൊക്കെ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ തുടർ ചർച്ചകൾ 23-ാം തീയതിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ യൂണിയന്റെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിക്കൊണ്ട് അറിയും. കാരണം നമ്മൾ ആവശ്യപ്പെട്ടതിന് കുറച്ച് ഭേദഗതികൾ വരുത്തി തന്നു. സർക്കുലറൊന്നും പിൻവലിച്ചിട്ടില്ല. 40 എന്നുള്ള 80 തന്നു, 15 എന്നുള്ള 18 തന്നു. നമ്മളിവിടെ നാട്ടിൽ ഓട്ടോറിക്ഷയ്ക്ക് വരെ 22 വർഷം പറഞ്ഞിട്ടുള്ളതാണ്. അതിനെ 18 തന്നു. ഇതാണ് നടന്നത്. ഇല്ല, അത് സമരം താൽക്കാലികം മാറ്റിവെച്ചത് 23-ാം തീയതി ഇളവരക്കരിയുമായിട്ട് ഒരു ചർച്ച ഇദ്ദേഹം തീരുമാനിച്ചതായിട്ട് നമ്മൾ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ചർച്ച നടക്കുകയും ആ ചർച്ചയിൽ എന്തെങ്കിലും തീരുമാനം അതനുസരിച്ചായിരിക്കും നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്.